സഖാക്കളുടെ വീഡിയോയും അതിന് പിണറായി വിജയൻ നൽകിയ കമന്റും വൈറലായതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടി മെറ്റ. തിരൂർ വെട്ടം സ്വദേശി മുഹമ്മദ് സെയിൻ സമാന്റെ അക്കൗണ്ടാണ് പൂട്ടിയത്. 24 മണിക്കൂറിനകം 2 മില്യൺ വ്യൂസ് വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പന്തയത്തിൽ തോറ്റ് തല മൊട്ടയടിച്ച വൈറൽ താരമാണ് സെയിൻ. പ്രസാദ് ഉടുപ്പിശ്ശേരി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, എന്താണ് ഇത് പൂട്ടാനുള്ള കാരണമായി എന്തെങ്കിലും മെറ്റ സൂചിപ്പിക്കുന്നുണ്ടോ? എന്താണ് സംഭവം? രുചിഷ്, നിലവിൽ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരമില്ല. എന്ത് സാഹചര്യത്തിലാണ് മെറ്റ ഈ അക്കൗണ്ട് പൂട്ടിയത് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ ആ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരുന്നു. ഒരു പക്ഷേ ഒരു സാധ്യത വേറെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് അക്കൗണ്ട് പൊട്ടിച്ചതാണോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ആ വീഡിയോ വലിയ തോതിൽ ചർച്ചയാവുകയും വൈറലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ തന്നെ അവരുടെ ബാലസംഘം യൂണിറ്റിനെ കുറിച്ചും അതിന്റെ ഭാരവാഹികളെ കുറിച്ചും ഒക്കെ പരിചയപ്പെടുത്തുന്ന കണ്ടില്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്, എന്ത് ഈ തലയും വാലും ഒന്നും ഇല്ലാതെ ഇവനെ പറയുന്നതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം, കണ്ടു വയ്ക്കാം. ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടവനാണ് ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചു തരാം. ഈ പൊന്നുങ്ങളെന്നാ ഈ ഫോണൊന്ന് കുറിച്ചാ ഫോട്ടോ എടുക്കാണി. സഖാക്കളെ വീഡിയോ ആണ്. ലാൽ സലാം സഖാക്കളെ. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. കണ്ടില്ലേ? നിങ്ങൾ ഈ കാണുന്നത് കുട്ടി സഖാവ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ടുള്ള വീഡിയോ ആണ്. ആ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഒരുപാട് നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മറ്റ് പല വീഡിയോസുമൊക്കെ ആയിട്ട് ആ പയ്യൻ അവൈലബിൾ ആണ്. ചെങ്കൊടിയെ പ്രണയിച്ചവൻ, അറിവ് വെച്ച കാലം മുതൽ ഇടതുപക്ഷത്തിനോട് വലിയ അനുഭവമുള്ള, കമ്മ്യൂണിസത്തിനെ നെഞ്ചിലേറ്റിയ ഒരു കുഞ്ഞനുജൻ, അല്ല ഒരു കുഞ്ഞ് എന്നൊക്കെ വേണം നമുക്ക് പറയാൻ കേട്ടോ. ഏത് പേരിൽ വിളിച്ചാലും നമുക്കതിനെ ഒരു വാത്സല്യത്തോടു കൂടിയേ കാണാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷമാണ്. അവൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ പിണറായി വിജയനോടാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ റോൾ മോഡലാക്കി ചെങ്കൊടിയെ പ്രണയിച്ച് അവൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇടതുപക്ഷത്തിനോട് അനുഭവത്തോടു കൂടി തന്നെയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ അവൻ്റെ മനസ്സിൽ തോന്നുന്ന, അവൻ്റെ ചെറിയ മനസ്സിൽ തോന്നുന്ന ആദർശങ്ങളും ആശയങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് അവൻ വീഡിയോ ചെയ്യാറുള്ളത്. അങ്ങനെ ആ വീഡിയോ ചെയ്യുന്ന അക്കൗണ്ട് നല്ല റീച്ചുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ബാലസംഘത്തിലെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അവൻ ആ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സെക്രട്ടറിയാണ്, പ്രസിഡന്റ് ഉണ്ട്, മറ്റുള്ള പല ആളുകളും ഉണ്ട്, ഞങ്ങൾ ഇവിടേക്കുള്ള ആളുകളാണ്, ഞങ്ങളുടെ കമ്മിറ്റി ഓഫീസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ കുഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായി. 24 മണിക്കൂറിന് മുൻപ് തന്നെ 2 മില്യൺ കാഴ്ചക്കാരുമായിട്ട് അനവധി ലൈക്കുകളോടുകൂടിയും ഷെയറുകളോടുകൂടിയും കമൻറ്റുകളോടുകൂടിയും ഇൻസ്റ്റാഗ്രാം കത്തിച്ച ഒരു വീഡിയോ തന്നെയായിരുന്നു നിങ്ങൾ ആ മുൻപ് കണ്ട ആ ഒരു വീഡിയോ. ആ വീഡിയോ വന്നതിന് പിന്നാലെ അതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് പ്രത്യക്ഷമായി, അല്ലെങ്കിൽ 2 കമൻറ്റ് വന്നു. ഒരു വീട്ടിൽ തന്നെ 2 പേരാണ് കേട്ടോ. ഒന്ന് നമ്മുടെ സഖാവ് പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഒറ്റ നിലവിൻ്റെ തമ്പുരാൻ എന്നൊക്കെ നമുക്ക് വിളിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവൻ, നട്ടൽ ആരുടെയും മുന്നിൽ പണയം വെക്കാത്ത, ആരുടെയും മുന്നിൽ പോയി കുമ്പിട്ട് നിൽക്കാത്ത, ഓച്ചാനിച്ച് നിൽക്കാത്ത ആണൊരുത്തൻ. അങ്ങനെ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ നമുക്ക് വിശേഷിപ്പിക്കാം. സഖാവ് കമൻ്റ് ഇടുന്നു. പിന്നാലെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരുമകനും കമൻ്റ് ഇടുന്നു. ഈ കമൻറ്റ് വന്നതിന് പിന്നാലെ ഈ കമൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഡിയോ ഏതൊക്കെ രീതിയിൽ പോയി കയറും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് പിണറായി വിജയൻ സഖാവിനെ പറ്റി സംസാരിക്കുന്നതും വി.ഡി. സതീശനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അത്തരത്തിലുള്ള വീഡിയോസ് റിമൂവ് ആവുന്ന ഒരു എൽഗോരിതമാണല്ലോ നമ്മൾ കാണുന്നത്. എൽഗോരിത പ്രക്രിയയാണല്ലോ നമ്മൾ കാണുന്നത്. എൽഗോരിതം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാത്തിനും ഒരു എൽഗോരിതമുണ്ട്, ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ ത്രൂ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു വീഡിയോ ഇടുന്നു, ആ ഒരു വീഡിയോയ്ക്ക് ഒരു എൽഗോരിതം ഉണ്ട്, ആ വീഡിയോ എൽഗോരിതം ത്രൂ ആണ് റൺ ഔട്ട് ആവുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടിന്യൂസ്ലി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോയ്ക്ക് വ്യൂ കിട്ടില്ല എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ എൽഗോരിതമാണ്. നമ്മളോട് വന്നിരിക്കുന്ന എൽഗോരിതത്തെ പറ്റി പറയാനല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വലിയ ഗ്ലിച്ചാണ് കേട്ടോ. ഇത് ചില അക്കൗണ്ടുകൾ മാത്രം നോക്കി ഡിലീറ്റ് ചെയ്യുകയും ചില വീഡിയോസ് മാത്രം നോക്കി, ചില പോസ്റ്റുകൾ മാത്രം നോക്കി റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഗ്ലിച്ച്. ആ ഗ്ലിച്ച് നമ്മുടെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളെ മാത്രം ഫോക്കസ് ചെയ്ത് പണിയെടുക്കുന്ന ഒരു ഗ്ലിച്ചോളിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ആ ഗ്ലിച്ച് അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അക്കൗണ്ട് അങ്ങ് പെട്ടെന്ന് അപ്രത്യക്ഷമാവും.
മേ ബി നാളെ നമ്മുടെയും വീഡിയോസോ നമ്മുടെ അക്കൗണ്ടുമൊക്കെ റിമൂവ് ആയേക്കാം കേട്ടോ. എന്തൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞാലും ആ കുഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് കേൾപ്പിച്ച് തരാം. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. എന്തൊക്കെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ആദർശവും ആശയവും രാഷ്ട്രീയവും എല്ലാ കാര്യങ്ങളും ഈ ഇടനെഞ്ചിലുണ്ടാവും കേട്ടോ. ഇത് തന്നെയാണ് കുഞ്ഞും പറഞ്ഞത്. അതായത് ഈ ഒരു അക്കൗണ്ട് റിമൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് പേടിച്ച് പരിപാടി നിർത്തിപ്പോവും. ഇനി അവൻ അങ്ങനെ ചെയ്യില്ല, വളർന്നു വരുന്ന കുട്ടികൾ ഇവനെ റോൾ മോഡലാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഭരണപക്ഷമേ നിങ്ങളുടെ ചിന്താഗതി തെറ്റാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൊങ്ങിക്കുട്ടന്മാർ അല്ലെ കൊങ്ങിക്കുട്ടന്മാരുടെ മക്കള്, വളർന്നു വരുന്ന യുവതളങ്ങൾ, ന്യൂ ബ്ലഡ് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവരില്ല എന്നുള്ളത് നിങ്ങളുടെ വിഷമമാണ്. ആ വിഷമം സഖാക്കന്മാരുടെ നെഞ്ചത്തങ്ങ് തീർത്തേക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് സതീശനായാലും സതീശൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഏതവനാണെന്ന് പറഞ്ഞാലും ഈവൻ നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞാലും അതൊക്കെ അങ്ങോട്ട് രണ്ടായിട്ടും മടിക്കുത്തിന് താഴെ വെച്ചോണം. അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വരരുത്. ആ കുട്ടി സഖാവെന്ന് പറയുന്ന പേജ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അടക്കം എല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിന് ആ ഒരു കുഞ്ഞ് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ആ കുഞ്ഞ് പോലും മറുപടി കൊടുക്കുന്ന കാണുമ്പോൾ ഇതിലും വലിയ അവസ്ഥാന്തരമൊന്നും വരാനില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ആ കുഞ്ഞ് പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചാലും കണ്ടുവയ്ക്കോ. അതാർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. അല്ല സഖാക്കളെ, ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് ഇതൊന്ന് കുറിച്ച് ഞാൻ ഒന്ന് പറയട്ടെ. നമ്മളിന്നലെ ഇട്ട വീഡിയോയെ 20 ലക്ഷം ആൾക്കാർ വരെ കണ്ട്. ഞങ്ങളെ പിണറായി സഖാവ് വരെ കമന്റ് ഇട്ട്. ഞങ്ങൾക്കിനി എങ്ങനെ എടുക്കാന്ന് പോലും അറിയില്ല. കുട്ടി സഖാവെ, അനക്ക് സങ്കടം ഉണ്ടാ? എന്തിനാ ടെൻഷനാണ്? നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോ മാറ്റാൻ കഴിയുള്ളൂ. ആ ചെങ്കൊടി അതാർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. കണ്ടില്ലേ, ഇവൻ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ആരോ ഇവനെ തിരികേറ്റി വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലരി കയറ്റി വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ക്രൂ കയറ്റി വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും കമൻറ്റ് ബോക്സിൽ ഒന്നും എഴുതുന്നുണ്ട് കേട്ടോ. ആ ഒരു കുഞ്ഞിനോട് പോലും ഈ രീതിയിൽ വന്നിട്ട് അസഹിഷ്ണുത പ്രകടിപ്പിക്കാനും മാത്രം തരം താണവന്മാരാണല്ലോ കൊങ്ങികളുടെ കൂട്ടത്തിലെന്നുള്ളത് ഓർക്കുമ്പോൾ വലിയ അതിശയമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവന്മാർ ഇങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഒരു ലേശമെങ്കിലും ഉടുപ്പ് വേണ്ടടാ മക്കളെ. ആ ഒരു കുഞ്ഞിട്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ പോയിട്ട് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക, അതിനെ ചീത്ത വിളിക്കുക, അതിൻ്റെ അച്ഛനെയും അമ്മയും കുറ്റം പറയുക എന്നൊക്കെ പറയുമ്പോൾ എവിടുത്തെ കൾച്ചറാണ്? ഇതൊക്കെയാണോ നിൻ്റെയൊക്കെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്നത്? തന്തയില്ലായ്മ എന്ന് പറയിപ്പിക്കരുത്. ആ കുഞ്ഞ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താ? നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ നിന്ന് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനും അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനും അല്ലേ സാധിക്കുകയുള്ളൂ. എൻ്റെ നെഞ്ചിലുണ്ട് കേട്ടോ എൻ്റെ ആദർശം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ആശയം. അത് അവിടെ തന്നെ കാണും. അത് വി.ഡി. സതീശനോ ആര് വന്നെന്ന് പറഞ്ഞാലും അത് ഇവിടെ നിന്ന് മാറ്റാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് തന്നെയാണ് ആ കുഞ്ഞ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ ആരോ ഇങ്ങനെ പറഞ്ഞ് പിന്തിരിപ്പിച്ച് വിടുന്നു, അല്ലെ പറഞ്ഞ് കയറ്റി വിടുന്നു, തിരികേറ്റി വിടുന്നു, റോക്കറ്റ് പോലെ വിടുന്നു, തീ കത്തിച്ച് വിടുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ കാണുമ്പോൾ ആ കുഞ്ഞിനെ ആരാണ് ഈ പറഞ്ഞ് എയറിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നും ആ കുഞ്ഞിനെ ആരാണ് പവർ കൊടുക്കുന്നതെന്നും തീ കത്തിച്ച് വിടുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പയ്യൻ ഈ പരിപാടിയെന്ന് സാരം ഒന്ന് കണ്ടുവയ്ക്കോ. ഞാൻ വിചാരിച്ച് സഖാവ് ജയിക്കുന്നു, പക്ഷെ സഖാവ് തോറ്റ. അതുകൊണ്ട് ഞാൻ മുട്ടടിച്ചു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ഞാൻ സഖാവാണ്, വാക്ക് പറഞ്ഞത് പാലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന സഖാവാണ്. കണ്ടില്ലേ, ഇത് ഇലക്ഷൻ്റെ പ്രചരണ വേളയിൽ അല്ലെ ഇലക്ഷൻ്റെ സമയത്ത് ഇടതുപക്ഷം വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുമായിട്ട് വാതുവെക്കുക അല്ലെങ്കിൽ വെറ്റുവെക്കുന്ന സമയത്ത് ആ ഒരു കുട്ടി സഖാവ് പറഞ്ഞൊരു കാര്യമാണ്, ഇടതുപക്ഷം തോറ്റാൽ ഞാൻ തല മുട്ടയടിക്കും, ഇടതുപക്ഷം ജയിച്ചാൽ നിങ്ങൾ തല മുട്ടയടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ആ കുഞ്ഞ് അങ്ങനെ ഒരു ബെറ്റും വെച്ച് വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പല കള്ളക്കളികളിലും പല ഉടായ്പകളിൽ കൂടിയും വലതുപക്ഷം അധികാരത്തിൽ വരുന്നു, ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ പോയൊരു സാഹചര്യത്തിൽ ആ കുഞ്ഞെന്താ ചെയ്തത്? അവൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടതല്ലേ, അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത രോമാഞ്ചിഫിക്കേഷനാണ് കേട്ടോ. അത് ഇടതുപക്ഷത്തിനോട് അനുഭവമുള്ളവരോ അല്ലാത്തവരോ എന്തുമായിക്കോട്ടെ, ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞു വായിൽ നിന്ന് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഞാൻ സഖാവാണ്, പറയുന്ന വാക്ക് ഞാൻ പാലിക്കും. ആ ഒരു സാധനം പറയുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു
ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു സാധനം വരികയാണ്. അപ്പോൾ അവനിങ്ങനെ പറയുമ്പോൾ അവൻ്റെ ഒരു മനസ്സിൽ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് സഖാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനൊക്കെ. അപ്പോൾ അങ്ങനെ ആ പയ്യനത് പറഞ്ഞിട്ട് അവൻ്റെ തല മൊട്ടയടിച്ചു. അതും ചെറിയ പ്രായത്തിലാണ് കേട്ടോ. അറിവ് വന്ന പ്രായത്തിൽ അവൻ ഇടതുപക്ഷത്തിനെ സ്നേഹിച്ച് ഇടതുപക്ഷത്തിനെ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷമാണെന്നും അവൻ്റെ ആശയം അതിന് ഉതകുന്നതാണെന്നും അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രതികരിക്കുന്നതെല്ലാം ആ രീതിയിലാണെന്നും അവൻ മനസ്സിലാക്കി അതിനുവേണ്ടി തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേ ഇവൻ്റെ ഉള്ളിൽ അവൻ ജനിച്ച് അവൻ അറിവായ കാലം മുതലേ അവൻ്റെ ഉള്ളിലുണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് വീണതോ പൊട്ടിമുളച്ചതോ അല്ല അവൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ രാജ്യസ്നേഹികൾ വെറും 30 ദിവസം കൊണ്ട് രാജ്യസ്നേഹം ഉണ്ടായിട്ടുള്ള മുതിർന്ന പൗരന്മാരും മുതിർന്ന കിളവന്മാരും കിളവിമാരും ഒക്കെ ഉള്ള കാലമാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുഞ്ഞിന്, ഈ കുട്ടി സഖാവിന് ഇന്നലെ ഉണ്ടായതല്ല ഈ പറയുന്ന പൗരബോധമോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനോടുള്ള ആ ഒരു പ്രത്യേക താല്പര്യമോ ഒന്നും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവനെ നിങ്ങൾ പെട്ടെന്ന് അവനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു, അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇത് കയറി വന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നതേ അതത്ര നല്ല ചിന്താഗതിയല്ല. അപ്പോൾ അവന് ഇതൊക്കെ നേരത്തെ തുടങ്ങിയതാണ്, ഇവൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ പോലും VD സവർക്കർ പേടിക്കുന്നുവെങ്കിൽ ഇനിയും എത്ര പേരെ നിങ്ങൾ പേടിക്കും? ഒരു കുട്ടി സഖാവ് വന്നപ്പോൾ ഇത്രയും പേടിച്ചെങ്കിൽ ഇനി നാളെ ചേട്ടന്മാരും ചേച്ചിമാരും പ്രായമുള്ളവരുമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും സതീശ? ഈ ചോദ്യത്തിനൊരു മറുപടി തരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഉണ്ടെങ്കിൽ ഒന്ന് തരണം കേട്ടോ. നിങ്ങൾ എന്തൊക്കെ മെഴുകലാണ് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ പണിയെടുത്തോ, നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ ആ രീതിയിൽ തന്നെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ തെറ്റ് പറയില്ല, പണിയെടുത്തു, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇങ്ങനെ പേടിക്കല്ലടാ.